വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന അത്തരം സഭകൾക്ക് ക്രിസ്തീയവും അപ്പസ്തോലികവുമായ പിന്തുടർച്ച ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ക്രിസ്തുവും അപ്പോസ്തലന്മാരും ചെയ്യാത്തതും പഠിപ്പിക്കാത്തതുമായ കാര്യങ്ങൾ ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ക്രിസ്തീയവും അപ്പസ്തോലികവുമായ പിന്തുടർച്ച ഇല്ല എന്ന് മാത്രമല്ല, അവർ ക്രിസ്തു വിരുദ്ധരുമാണ് എന്നതാണ് സത്യം. അവർ തങ്ങളുടെ പാരമ്പര്യങ്ങൾ കൊണ്ട് ദൈവവചനത്തെ നിഷേധിക്കുന്നു. എന്നിട്ട് ദൈവവചനപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നവരെ അവർക്ക് അപ്പസ്തോലികമായ പിന്തുടർച്ച ഇല്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുവാനും ആധികാരികതയെ നിഷേധിക്കുവാനും പുറത്താക്കാനുമൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളത് അവരുടെ പ്രത്യേകതകളാണ്. ഇത്തരം സമുദായ സഭകളിൽ എങ്ങനെയാണ് മരിച്ച വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചത് എന്നും അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ ചരിത്രം എന്താണ് എന്ന് നമുക്ക് ചുരുക്കമായി ഒന്ന് പരിശോധിക്കാം. മരിച്ച വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ വാസ്തവത്തിൽ ബാബിലോന്യ മതം ക്രിസ്തു സഭയിലേക്ക് തള്ളിക്കയറുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് വാസ്തവത്തിൽ റോമൻ കത്തോലിക്ക മതം അല്ലെങ്കിൽ സഭ ഉളവാകുവാനുണ്ടായ കാരണം. ചില ചരിത്ര വ്യക്തികൾ, ഇതിഹാസ കഥാപാത്രങ്ങൾ തുടങ്ങിയവരെ ദിവ്യതയുടെ പരിവേഷം കലർത്തി ദൈവത്വം കൊടുത്ത് ആരാധിക്കുന്ന പതിവ് എല്ലാ മതങ്ങളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. പാരമ്പര്യ സഭകളിൽ ദൈവത്തിൻ്റെയും വിശുദ്ധരുടെയും മാതാപിതാക്കളുടെയും വിഗ്രഹങ്ങളും ഫോട്ടോകളും പള്ളികളിലും കുരിശുപള്ളികളിലും വീടുകളിലുമൊക്കെ കാണാം. വിശ്വാസികൾ അവയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നു, തൊട്ട് മുത്തുന്നു, മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു, യേശുവിനോട് മധ്യസ്ഥം ചെയ്യുവാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പാരമ്പര്യപ്രകാരമുള്ള ക്രിസ്തുമത ആചാരങ്ങളിൽ പലതും ബൈബിളിലില്ലാത്തതും ബൈബിൾ വിരുദ്ധവും അതേസമയം മറ്റ് മതങ്ങളിൽ നിന്നും, ജാതീയമായ മതങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ളതുമാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ വിജാതികളിൽ നിന്ന് ആശയങ്ങളും ആചാരങ്ങളും കടമെടുക്കുന്നത് യേശുവിൻ്റെ സഭയിൽ അനാവശ്യവും അപകടകരവുമാണ്. അതിപുരാതന കാലം മുതൽ മനുഷ്യൻ പലതരം വസ്തുക്കൾ കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അവയെ സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് പൊതിയുകയും വസ്ത്രം കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിരുന്നു. ദൈവങ്ങളെന്ന് കരുതി അവയെ ആരാധിച്ചു പോന്നു. ഇത് ബൈബിളിൽ ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം എന്നുള്ള നിലയിൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവ തെറ്റാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ബൈബിളിൽ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലും അപ്പസ്തോല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിലും റോമാലേഖനം 1-ാം അധ്യായത്തിലും ഒക്കെ കാണുവാൻ കഴിയും. വിഗ്രഹാരാധനയെ തെറ്റാണ് എന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ച് അവയ്ക്കെതിരെ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോയ, വിഗ്രഹാരാധനയുടെ വഴിയിലേക്ക് തെറ്റിപ്പോയ ജനം ആ വിഗ്രഹങ്ങൾക്ക് ഭക്ഷണവും മദ്യവും നൽകിയതായി നാം കാണുന്നു. അവയെ പ്രീതിപ്പെടുത്തുവാൻ അവയ്ക്ക് മുമ്പിൽ വേശ്യാവൃത്തി നടത്തുകയും സ്വന്തം മക്കളെ പോലും ബലിയർപ്പിക്കുകയും ചെയ്തു എന്ന് നാം ബൈബിളിൽ കാണുന്നുണ്ട്. എസേക്കിയേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ, 2 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ, 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ, ഹോശയ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ എല്ലാം ഇതിന് തെളിവുകൾ നാം കാണുന്നുണ്ട്. അപ്പോൾ വിഗ്രഹാരാധനയിലേക്ക് അധപ്പതിച്ച ജനം അവരുടെ ധാർമ്മിക ബോധം നശിച്ചു പോവുകയും മനസ്സ് ഇരുണ്ടു പോവുകയും ചെയ്തതായിട്ട് നാം കാണുന്നു. അവർ അവയെ ചുമന്നുകൊണ്ട് നടക്കുകയും വീടുകളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരുന്നു എന്ന് ഉൽപ്പത്തി
ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലും നാം കാണുന്നുണ്ട്. അപ്പോൾ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ദൈവമല്ലാത്തവയെ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത് ബൈബിളിൻ്റെ ചരിത്രത്തിൽ ദൈവം നിഷേധിക്കുന്ന ഒരു കാര്യമായിട്ട് വെളിപ്പെട്ട് വരുന്നുണ്ട്. അത് ദൈവം നിഷേധിക്കുന്ന കാര്യമാണ്. അദൃശ്യനായ ദൈവത്തെ മാത്രമാണ് ആരാധിക്കേണ്ടത്. സത്യദൈവത്തെ മാത്രമാണ് ആരാധിക്കേണ്ടത്. സത്യദൈവം വെളിപ്പെട്ടു വന്ന ക്രിസ്തുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ചില സഭകൾ എന്തുകൊണ്ടാണ് ദൈവമല്ലാത്ത മനുഷ്യരെ ആരാധിക്കുവാൻ, വണങ്ങുവാൻ, അവരോട് പ്രാർത്ഥിക്കുവാൻ ജനത്തെ പഠിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. അപ്പോൾ മനുഷ്യനെ ഉയർത്തുവാനും ദൈവത്തെ പോലെ ആകാനുമുള്ള സാത്താൻ്റെയും മനുഷ്യരുടെയും സംഘടിതമായ പദ്ധതി ബാബേൽ ഗോപുരത്തിൻ്റെ പണിയോടെ ചരിത്രപരമായി ആരംഭിച്ചു എന്ന് നാം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവം അന്ന് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു കളഞ്ഞതായി നാം കാണുന്നു. എങ്കിലും മനുഷ്യനെ ദൈവത്തിനെതിരായി ഉയർത്തി ദൈവത്തെ എതിർക്കാനുള്ള സാത്താൻ്റെ പദ്ധതി ചരിത്രത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നു. സാത്താൻ്റെ സംഘടിതമായ പ്രവർത്തന പദ്ധതി ബാബിലോണിൽ ആരംഭിച്ച് ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചു. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തോടെ ബാബിലോൺ മതത്തിലെ മഹാപുരോഹിതൻ പെർഗാമോസിലേക്ക് മാറി. അതോടെ പെർഗാമോസ് സാത്താൻ്റെ സിംഹാസന സ്ഥാനമായി മാറിയെന്ന് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. BC 133 ബാബിലോൺ മതകേന്ദ്രം റോമിലേക്ക് മാറി. BC 74 റോമാ ചക്രവർത്തി റോമാ മതത്തിൻ്റെ പ്രധാന പുരോഹിത സ്ഥാനവും സ്വന്തമാക്കി. തുടർന്ന് അധികാരത്തിലേറിയ റോമാ ചക്രവർത്തിമാർ പ്രധാന പുരോഹിത സ്ഥാനവും വഹിച്ചിരുന്നു എന്ന് നാം കാണുന്നു. അവരെയാണ് പൊന്തിഫെക്സ് മാക്സിമൂസ് എന്ന് വിളിച്ചിരുന്നത്. റോമാ ചക്രവർത്തിമാരെയാണ്. ആ ഒരു സ്ഥാനം പിന്നീട് റോമാ മതത്തിലെ റോമൻ കത്തോലിക്ക സഭയുടേതെന്ന് പറയപ്പെടുന്ന പോപ്പുമാർക്ക് നൽകപ്പെട്ടു എന്ന് ചരിത്രത്തിൽ നാം കാണുന്നു. ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭ റോമാൻ സാമ്രാജ്യത്തിൽ അതിശക്തമായി പടർന്നു പന്തലിച്ചു കൊണ്ടിരുന്നു. പുറത്തുനിന്ന് സഭയെ നശിപ്പിക്കുവാൻ പരാജയപ്പെട്ടപ്പോൾ സഭയ്ക്കകത്ത് കയറി സഭയെ നശിപ്പിക്കുവാൻ സാത്താൻ തന്ത്രമൊരുക്കി. അത് എക്കാലത്തെയും സാത്താൻ്റെ ഒരു പ്രവർത്തന പദ്ധതിയാണ്. അകത്തു നിന്നും പുറത്തു നിന്നും സത്യസഭയെ, ക്രിസ്തുവിൻ്റെ സഭയെ, നിർമ്മല സഭയെ, നിർമ്മല ഉപദേശങ്ങളെ നശിപ്പിച്ചു കളഞ്ഞ് സഭയിൽ കലക്കമുണ്ടാക്കുവാൻ ശത്രുവായ പിശാച് എക്കാലത്തും ശ്രമിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ച സംഭവത്തെ നാം കാണേണ്ടത്. AD 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതത്തിൽ ചേർന്നതോടെ ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി തീർന്നു. അതോടെ ചക്രവർത്തിയെ പ്രീതിപ്പെടുത്തി സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നേടിയെടുക്കുവാൻ അന്യമതക്കാരായ പ്രഗത്ഭർ ദൃശ്യസഭയിലേക്ക് ഇരച്ചു കയറിയതായിട്ട് നാം കാണുന്നു. അങ്ങനെ അവരോടൊപ്പം അന്യമത ദൈവങ്ങളും ആചാരങ്ങളും സഭയ്ക്കുള്ളിൽ പ്രവേശിക്കുകയും സഭയുടെ വിശുദ്ധിയെ നശിപ്പിക്കുകയും ചെയ്തതായിട്ട് നാം കാണുന്നു. അത്തരക്കാർ മത നേതൃത്വത്തിലെത്തുകയും ചെയ്തു. അനേകം പ്രഭുക്കന്മാർ മത നേതൃത്വങ്ങളിലെത്തി. എന്നാൽ യേശുക്രിസ്തുവിനോട് യഥാർത്ഥമായ സ്നേഹവും ഭക്തിയും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായി അപ്പസ്തോലിക ഉപദേശങ്ങൾ അവഗണിക്കപ്പെടുകയും ദൈവവചന വിരുദ്ധമായ ജാതീയ ആചാരങ്ങൾ സഭയിൽ വേരൂന്നുകയും ചെയ്തു. അപ്പസ്തോലിക ഉപദേശങ്ങൾ കുഴിച്ചുമൂടിയവർ തങ്ങൾ തന്നെയാണ് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളെന്ന് അവകാശപ്പെട്ടു. അതാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ സാത്താൻ കള്ള നേതാക്കളിലൂടെ ക്രിസ്തീയ സഭയെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചു. ഇന്നും എല്ലാ സഭകളിലും സാത്താൻ തൻ്റെ ജനത്തെ നേതൃസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേതാക്കന്മാരിലൂടെ ക്രിസ്തുവിൻ്റെ സഭയെ അട്ടിമറിച്ച് നശിപ്പിക്കുവാനുള്ള വളരെ കുടിലമായ ഒരു തന്ത്രമാണ് ഇന്ന് സാത്താൻ എല്ലാ സഭകളിലും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദൈവജനം മനസ്സിലാക്കണം. ദൈവവചന വിരുദ്ധമായി ജീവിക്കുന്ന നേതാക്കൾ, അവർക്ക് എത്രയേറെ വലിയ പദവികളുണ്ടെങ്കിലും ദൈവവചന വിരുദ്ധമായിട്ടാണ് അവരുടെ ചിന്തകളും സംസാരങ്ങളും പ്രവൃത്തികളുമെങ്കിൽ സത്യമായിട്ടും സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. തങ്ങളുടെ ആചാരങ്ങൾ ദൈവവചന വിരുദ്ധമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കേണ്ടതിന് ആ കാലത്ത് ചരിത്രത്തിൽ നാം കാണുന്നു, ആ നേതാക്കൾ സാമാന്യ ജനങ്ങൾക്ക് ബൈബിൾ നിരോധിച്ചു. അനേകം നൂറ്റാണ്ടുകൾ കത്തോലിക്ക സഭയിൽ ബൈബിൾ വായിക്കുവാൻ അനുവാദമില്ലായിരുന്നു എന്ന് നാം കാണുന്നു. അപ്പോൾ ചരിത്രം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, റോമ ചക്രവർത്തിക്കുണ്ടായിരുന്ന പൊന്തിഫക്സ് മാക്സിമോസ് പ്രധാന പുരോഹിത സ്ഥാനം ക്രമേണ റോമിലെ ബിഷപ്പിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ റോമിലെ ബിഷപ്പ് പ്രധാന പുരോഹിതനായി. ചക്രവർത്തിയിൽ നിന്ന് ആ സ്ഥാനം പോപ്പിന് ലഭിച്ചു. അങ്ങനെ ക്രിസ്തുവിൻ്റെ സഭയുടെ സ്ഥാനത്ത് ക്രിസ്തു മതം എന്ന പേരിൽ ഒരു പുതിയ മതം രൂപപ്പെട്ടു വന്നു. യേശു ക്രിസ്തുവിൻ്റെ സഭയും ക്രിസ്തു മതവും രണ്ടും ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. സഭാ പ്രസ്ഥാനങ്ങളിലെ അംഗങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങളാവുന്നില്ല. വിശുദ്ധിയോടും വേർപാടോടും സത്യവിശ്വാസത്തോടും കൂടെ ക്രിസ്തുവിൽ വിശ്വസിച്ച് അനുസരിച്ച് പോരുന്നവരാണ് ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗങ്ങൾ. അപ്പോൾ ബാബിലോൺ മതത്തിലെ ആചാരങ്ങളും ആശയങ്ങളും ക്രിസ്തീയ സഭയിൽ നുഴഞ്ഞു കയറി ലയിച്ചു ചേർന്നപ്പോഴാണ് ക്രിസ്തു മതമുണ്ടായത്. അപ്പോൾ ജാതീയമായ ദൈവവചനപ്രകാരമല്ലാത്ത ഒട്ടേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രിസ്തീയ സഭയിലേക്ക് നുഴഞ്ഞു കയറി സഭയെ അശുദ്ധമാക്കി ഉരുത്തിരിഞ്ഞു വന്നതാണ് ക്രിസ്തു മതം എന്ന് പറയുന്നത്. അപ്പോൾ ജാതികളുടെ പാരമ്പര്യങ്ങളിൽ നിന്നും സ്വീകരിച്ചതും അത്തരക്കാരെ പ്രീതിപ്പെടുത്തുവാനും വേണ്ടി ജാതീയമായ ആചാരങ്ങൾ ക്രിസ്തുമതത്തിൽ ശക്തിപ്പെട്ടു. അവർക്ക് ക്രിസ്തീയമെന്ന പരിവേഷം കൊടുക്കുവാനും അവ ക്രിസ്തീയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ് എന്ന് വരുത്തി തീർക്കുവാനുമുള്ള പല കൃത്രിമ പണികളും കാപട്യങ്ങളും നടത്തി. അതിനൊരു ഉദാഹരണമാണ് പൗരോഹിത്യം. പുരോഹിതർ അധികാരമോഹികളാവുകയോ അധികാരമോഹികൾ പുരോഹിതരാവുകയോ ചെയ്തു. അപ്പോൾ ആധിപത്യവും അധികാരവും ഒന്നും പുതിയ നിയമ പുരോഹിതർക്കില്ല. പുതിയ നിയമത്തിൽ ആ പൗരോഹിത്യം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളും പുരോഹിതരാണ് എന്നുള്ളതാണ്. രാജകീയ പുരോഹിത വർഗം എന്നാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ വിശ്വാസികളെ പറ്റി പറയുന്നത്. അപ്പോൾ പൗരോഹിത്യം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെ പുതിയ നിയമത്തിലേക്ക് അവർ കൊണ്ടുവന്നു. അധികാരമോഹികൾ ആ സ്ഥാനങ്ങൾ ആർജിച്ചെടുക്കുന്നതായി നാം കാണുന്നു. അപ്പോൾ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയ്ക്ക് പകരം ജഡത്തിലും പ്രൗഢിയിലുമുള്ള ആരാധനാക്രമങ്ങൾ രൂപപ്പെട്ടു. അങ്ങനെ ക്രിസ്തുവിനെയും ക്രിസ്തീയ വിശ്വാസികളെയും സഭയുടെ ദൃശ്യമായ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പുറത്താക്കുകയും ആ സ്ഥാനത്ത് അന്യദേവന്മാരും അവരുടെ ഭക്തരും സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയെ തകർത്ത് കളഞ്ഞിട്ട് ജഡത്തിലുള്ള ആരാധനയും ആരാധനാക്രമങ്ങളും സഭാപ്രസ്ഥാനങ്ങൾ ചിട്ടപ്പെടുത്തി സത്യത്തെ ചട്ടക്കൂട്ടിലാക്കുവാൻ കഴിയില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ചട്ടക്കൂടുകളോട് സ്നേഹമുള്ളവർ ആ ചട്ടക്കൂടിനുള്ളിൽ അടിമകളായി കഴിഞ്ഞുകൂടി. അവർ യേശുവിനെ ആരാധിക്കുന്നു എന്ന ഭാവേന അന്യദേവന്മാരെ ആരാധിച്ചു.
യേശുവിന് കൊടുക്കേണ്ട ആരാധനയെ കൈക്കലാക്കിയത് അന്യദേവന്മാരായിരുന്നു. യേശുവിനോട് യഥാർത്ഥമായി സ്നേഹമുള്ളവർ ഇത്തരം ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് സാക്ഷാൽ യേശു ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ രേഖകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് പ്രസ്ഥാന സഭകളിൽ നിന്നും ഓരോരുത്തർ പടിപടിയായി വിട്ടുപോകുന്നത്, വേർപെട്ടു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. നിമ്രോദാണ് ദൈവമെന്ന് ബാബിലോൺ മതക്കാർ വിശ്വസിച്ചിരുന്നു. ഈ നിമ്രോദ് പല സ്ഥലങ്ങളിലും ബാല്, തമ്മൂസ്, ദാഗോൻ, ബാക്കസ്, ഒസിറിസ്, ബാനോസ്, മേലോക്ക് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. നിമ്രോദിൻ്റെ ഭാര്യ സെമിറാമീസ്, അസ്തോരോത്ത്, അർത്തമീസ്, ഡയാന, വീനസ്, സിബിലി, സീറസ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് നാം കാണുന്നു. പുറജാതി മതക്കാർക്ക് സെമിറാമീസ് എന്ന ദേവിയെ ദൈവമാതാവായി വണങ്ങുന്ന പതിവുണ്ടായിരുന്നു. BC 3-ാം നൂറ്റാണ്ടിലെ കുഞ്ഞിനെ കയ്യിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ബാബിലോൺ ദേവതയുടെ വിഗ്രഹം ഇതിന് തെളിവാണ്. അവർ അതിനെ മഡോണ എന്നും സ്വർഗരാജ്ഞിയെന്നും ഒക്കെ വിളിച്ചിരുന്നതായി നാം ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്. ജെറമിയായുടെ പുസ്തകം 7-ാം അധ്യായത്തിലും 44-ാം അധ്യായത്തിലും നാം അത് കാണുന്നു. ഇക്കൂട്ടർ ക്രിസ്തു മതത്തിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ദൈവമാതാവിനെ വണങ്ങുന്ന അവരുടെ പതിവ് നിർത്തിയില്ല. ദൈവമാതാവിൻ്റെയും സ്വർഗരാജ്ഞിയുടെയും പേര് മാറ്റി എന്ന് മാത്രം. അവർ പുറജാതി ദേവതകൾക്ക് കൊടുത്തിരുന്ന അതേ ആദരവ് മറിയത്തിനും കൊടുത്തു തുടങ്ങി. പുറജാതി ദേവന്മാർക്കും വീരന്മാർക്കും കൊടുത്തിരുന്ന അതേ ആദരവ് വിശുദ്ധന്മാർക്കും കൊടുത്തു. പുറജാതി ദേവന്മാരുടെ പ്രതിമകൾക്ക് പകരം വിശുദ്ധന്മാരുടെ പ്രതിമകൾ ഉയർന്നു തുടങ്ങി. ജനങ്ങൾ ഈ പുതിയ വിശുദ്ധന്മാരെന്ന ദേവന്മാരുടെ മുൻപിൽ തലകുനിച്ച് വണങ്ങിയപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവരുടെ പഴയ ദേവന്മാരെ തന്നെയാണ് വണങ്ങിയത്. അങ്ങനെ വാസ്തവത്തിൽ അവർ യേശു ക്രിസ്തുവിനെ മാത്രം ദൈവമായി ആരാധിക്കുന്ന യഥാർത്ഥ ക്രിസ്ത്യാനികളായിരുന്നില്ല. വളരെ തന്ത്രപരമായി സാത്താൻ അവരെ വഴിതെറ്റിക്കുകയായിരുന്നു. പുറജാതീയ ശക്തികളുടെ പാരമ്പര്യത്തിൻ്റെ സ്വാധീനമാണ് വിശുദ്ധരുടെ മാധ്യസ്ഥത്തിൻ്റെ അടിസ്ഥാനം. ചില നവീകരണങ്ങളൊക്കെ വരുത്തിയെങ്കിലും ഇന്ന് പല സഭകളുടെയും നിലനിൽപ്പ് പാരമ്പര്യാധിഷ്ഠിതമായ പെരുന്നാൾ ആചരണം, പുണ്യവാളന്മാരോടുള്ള പ്രാർത്ഥന, വിഗ്രഹാരാധന എന്നിവയെ ചുറ്റിപ്പറ്റി ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കോൺസ്റ്റന്റൈൻ മോഡലിലുള്ള വഞ്ചനയെയും തന്ത്രങ്ങളെയും നാം സൂക്ഷിക്കണം. ക്രിസ്തു വിരുദ്ധ ശക്തികൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പരിശുദ്ധിയെ പുറമേ നിന്ന് നശിപ്പിക്കുവാൻ പരാജയപ്പെടുമ്പോൾ അവ സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറും. അവർ സഭയിൽ നേതൃസ്ഥാനങ്ങൾ പിടിച്ചടക്കുകയും അങ്ങനെ തെറ്റായ വിശ്വാസ പ്രമാണങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ച് വഴിതെറ്റിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇന്നും അത്തരം യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് സഭയെ വഴിതെറ്റിക്കുന്നതിൽ തന്ത്രപരമായ സ്ഥാനം നേടിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ തന്ത്രം ഇന്നും വളരെ ശക്തമായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ വിശുദ്ധ ജീവിതത്തിന് വഴിയും സത്യവും ജീവനുമായ ഈശോ മശിഹ തന്നെയാണ് യഥാർത്ഥ മാർഗദർശിയും ചൈതന്യ സ്രോതസ്സും. മശിഹായിൽ കേന്ദ്രീകൃതമായ ആരാധന കുറഞ്ഞതോടെ വിശുദ്ധന്മാരോടുള്ള വണക്കം കൂടി വന്നു. ദൈവാലയങ്ങൾ തന്നെ വിശുദ്ധന്മാരുടെ പ്രതിമകൾ കൊണ്ട് നിറഞ്ഞു. ബലിപീഠത്തിനുള്ള പ്രാധാന്യത്തെക്കാൾ മറ്റു പലതിലുമായി ആരാധനാ സമൂഹത്തിൻ്റെ ശ്രദ്ധ. പ്രത്യേക കാര്യപ്രാപ്തിക്കു വേണ്ടി വിശുദ്ധരുടെ മധ്യസ്ഥതയുടെ പ്രാധാന്യം കൂടിക്കൂടി വന്നു. ദൈവപുത്രനും രക്ഷകനുമായ ഈശോ മശിഹായാണ് ക്രൈസ്തവ ആധ്യാത്മികതയുടെ കേന്ദ്രബിന്ദു
എന്ന ബോധ്യം ക്രമേണ കുറഞ്ഞു വന്നു. ആരാധനാക്രമവത്സരം വിശുദ്ധരിൽ കേന്ദ്രീകൃതമായി. ഓരോ ദിവസവും സഭയുടെ വണക്കത്തിനായി പ്രത്യേകം വിശുദ്ധന്മാരുടെ നാമം നിശ്ചയിക്കപ്പെട്ടു. അപ്പോൾ ക്രിസ്തീയ സത്യങ്ങളിലുള്ള ആ നിർണയം നടത്തുന്നതിന് പകരം വിശുദ്ധന്മാരുടെ പേരുകൾ കയറി വന്നു. പാശ്ചാത്യ സഭയിലാണ് ഈ രീതി ആദ്യമായി പ്രചരിച്ചത്. പൗരസ്ത്യ സഭകൾ പൊതുവെ മിശിഹായിൽ കേന്ദ്രീകൃതമായ ആരാധനാവത്സരമാണ് ആരംഭകാലത്തൊക്കെ ആചരിച്ചിരുന്നത്. എന്നാൽ പാശ്ചാത്യ സ്വാധീനത്തിലൂടെ പൗരസ്ത്യ സഭകളും സ്വന്തം പാരമ്പര്യങ്ങൾ ഉപേക്ഷിച്ചു. പ്രത്യേക കാര്യസാധ്യത്തിനായി, ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി പ്രത്യേകം വിശുദ്ധന്മാരെ നിർണയിച്ച് വണങ്ങുകയും നേർച്ച കാഴ്ചാദികളിലൂടെ അവരെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില സ്വാർത്ഥമതികളായ നേതൃത്വങ്ങൾ അവിടെ ഉണ്ടായി. അങ്ങനെ യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ക്രൈസ്തവ ആത്മീയതയുടെ അതിർവരമ്പുകൾക്കുള്ളിൽ കൊള്ളാത്ത പലതിനെയും ഉൾപ്പെടുത്തി ക്രൈസ്തവ സഭയെ മലീമസമാക്കിയ ഒരു ചരിത്രമാണ്, ചരിത്ര യാഥാർത്ഥ്യത്തിൻ്റെ ബാക്കി പത്രമാണ് വാസ്തവത്തിൽ ഇന്ന് സമുദായ സഭകളിൽ ഉള്ള വിഗ്രഹാരാധനകൾ, തിരുസ്വരൂപ വണക്കങ്ങൾ, വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന എല്ലാം. അതൊന്നും ക്രിസ്തുവും അപ്പോസ്തലന്മാരും ആചരിച്ചതല്ല, പഠിപ്പിച്ചതല്ല, ദൈവവചനത്തിൻ്റെ ലക്ഷ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. വാസ്തവത്തിൽ ഈ വിശുദ്ധരോടുള്ള ഭക്തിയിലൂടെ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മരിച്ച വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ, അവരോടുള്ള വണക്കത്തിലൂടെ, ആരാധനയിലൂടെ മരിച്ച ചില മനുഷ്യരെ ദൈവത്തെ പോലെ ആക്കി, ദൈവതുല്യരാക്കി, ക്രിസ്തുവിനെ, സാക്ഷാൽ ദൈവപ്രത്യക്ഷതയായ ക്രിസ്തുവിനെ ഒതുക്കി ചെറുതാക്കി പുറത്താക്കി കളയുന്ന ഒരു തന്ത്രമാണ് ഇവിടെ നടക്കുന്നത്. പുരാതന ബാബിലോണിയ മതത്തിൻ്റെ ഭാഗമായി നിലവിലിരുന്ന മാന്ത്രികത വിശ്വാസം പിന്നീട് ക്രിസ്തു മതത്തിലേക്ക് കൈമാറ്റപ്പെട്ടു. അങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിലെ ഓരോ ആവശ്യത്തിനുമുള്ള ചുമതല ഓരോ വിശുദ്ധനുമുള്ള അവകാശാധികാര പരിധിയായി വിഭാഗിക്കപ്പെട്ടു. അങ്ങനെ ഓരോ രോഗത്തിനും ആവശ്യങ്ങൾക്കും വേറെ വേറെ വിശുദ്ധരെ ആവശ്യമായി വരികയും വിശുദ്ധരുടെ എണ്ണം കൂടുകയും ചെയ്തു. അപ്പോൾ യേശുക്രിസ്തു എല്ലാത്തിനും മതിയായവനാണ്, ദൈവമാണ്. അവനെ നേരിട്ട് നമുക്ക് സമീപിക്കാം. അവൻ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനും ഏത് ആവശ്യത്തിനും പരിഹാരം അവനിലുണ്ട് എന്നുമൊക്കെയുള്ള ബോധ്യങ്ങളും വിശ്വാസങ്ങളും മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയും വ്യാപാരവും ആത്മീയ വ്യാപാരം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിശുദ്ധരെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസ പാരമ്പര്യങ്ങളും ആരാധനയും റോമൻ കത്തോലിക്ക സഭയുടെ ഒഴിച്ചുകൂടാനാവാത്ത അടിസ്ഥാന യാഥാർത്ഥ്യമായി രൂപപ്പെട്ടു. അങ്ങനെ ചില നേതാക്കൾ, ശക്തികൾ അവയെ രൂപപ്പെടുത്തിയെടുത്തു. ജനത്തെ അപ്രകാരം രൂപപ്പെടുത്തി, അവരുടെ സ്വഭാവത്തെ അപ്രകാരമാക്കിക്കളഞ്ഞു. അവർ അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തെ അങ്ങ് നിർമ്മിച്ചു. അങ്ങനെ അവരുടെ പാരമ്പര്യങ്ങൾ കൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളെ അവർ നിഷേധിച്ചു. അങ്ങനെ യേശുവിൻ്റെ സ്ഥാനം കുറയുകയും യേശുവിനെ ഒതുക്കിക്കളയുകയും ചെയ്തു. വിശുദ്ധരുടെ പ്രവർത്തന കേന്ദ്രങ്ങളിൽ അത്ഭുതങ്ങളും തീർത്ഥാടനങ്ങളും ഉണ്ടായതായി പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരുപാട് കഥകളും കെട്ടുകഥകളുമൊക്കെ അവർ നിർമ്മിച്ചു വിട്ടു. സാധാരണക്കാരായ ജനങ്ങൾ അതെല്ലാം വിശ്വസിച്ചു. ക്രമേണ വിശുദ്ധ ഭക്തിയുടെ പ്രചാരകർ വിശുദ്ധരോടുള്ള ഭയം പ്രചരിപ്പിക്കുകയും ജനങ്ങളിൽ നിന്നും ഭക്തി ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ തീർത്ഥാടനങ്ങളും വരുമാനവും പുഷ്ടിപ്പെട്ടു. അങ്ങനെ വളർന്ന സഭാപ്രസ്ഥാനത്തിൽ നിന്ന് ക്രിസ്തു പുറത്താക്കപ്പെട്ടു. സഭയുടെ തലയായ ക്രിസ്തുവിനെ
അവർ പുറത്താക്കി, അവഗണിച്ചു. വിശുദ്ധരുടേതെന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട അനേകം ശരീര അവശിഷ്ടങ്ങൾ കൊണ്ട് തിരുശേഷിപ്പുകൾ എന്ന പേരിൽ നിർമ്മിച്ചെടുത്ത വചനവിരുദ്ധമായ പേഗൺ കത്തോലിക്ക കൂട്ടുകെട്ട് സഭയിലുണ്ടാക്കിയ ദുർഗന്ധത്തെ കുറേയൊക്കെ ശുദ്ധീകരിക്കുവാൻ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിന് കഴിഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ഇത്തരം സമുദായ സഭകളിൽ മനുഷ്യരെ വണങ്ങുന്ന, മരിച്ചുപോയ വിശുദ്ധരെ വണങ്ങുന്ന, അവർ വിശുദ്ധ സങ്കല്പങ്ങളെ നിർമ്മിച്ചെടുത്ത് മനുഷ്യ സൃഷ്ടികളാണ്. ആ സങ്കല്പങ്ങളെല്ലാം മനുഷ്യ സൃഷ്ടികളാണ്. മരിച്ചുപോയ വിശുദ്ധർ നല്ലവരായിരുന്നിരിക്കാം, പക്ഷേ അവരെ വണങ്ങുന്ന ആ രീതി, ആ സങ്കല്പങ്ങൾ, ആ ആശയങ്ങൾ അതെല്ലാം മനുഷ്യ സൃഷ്ടികളാണ്. മനുഷ്യർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഭക്തിയുടെ സാമ്രാജ്യമാണ്. ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട്, ഒതുക്കിക്കളഞ്ഞിട്ട്, സൈഡ് ലൈനിങ് ഗോഡ്, എന്നിട്ട് മനുഷ്യ സങ്കല്പങ്ങളെ വളർത്തി അതിനെ ആരാധിച്ച് അതിൻ്റെ പിന്നാലെ ഒരു ഭക്തി പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത വളരെ സാധാരണീയമായൊരു അധഃപതനമാണ് ആത്മീയ മേഖലയിൽ ഇന്ന് അക്കാര്യത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിശുദ്ധ ആരാധന, വിശുദ്ധരെ ആരാധിക്കുന്ന ആ രീതി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കത്തോലിക്ക സഭയിൽ പടർന്ന് പന്തലിക്കുകയുണ്ടായി. അത് കേരളത്തിലും വളരെ ശക്തമായി. അതിൽ മലയാളി കത്തോലിക്കർ പോപ്പിനെയും പരാജയപ്പെടുത്തി കളഞ്ഞു. അങ്ങനെയാണ് ഗീവർഗീസ് പുണ്യാളൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഗീവർഗീസ് ജീവിച്ചിരിഞ്ഞു എന്നതിന് യാതൊരു തെളിവുമില്ലാത്തതിനാൽ വിശുദ്ധരുടെ പട്ടികയിൽ നിന്ന് സെയിൻറ്റ് ജോർജിനെ വത്തിക്കാനും പോപ്പും നീക്കം ചെയ്തു. എന്നാൽ മലയാളി കത്തോലിക്കരിലും ഓർത്തഡോക്സുകാരിലുമൊക്കെ രൂഢമൂലമായിരുന്ന ഗീവർഗീസ് ഭക്തിയെ സ്പർശിക്കാൻ പോലും പോപ്പിന് കഴിഞ്ഞില്ല. മലയാളി വിശ്വാസികളുടെ മനസ്സിൽ ഗീവർഗീസ് പുണ്യവാളൻ ഒരു പോപ്പിനും തൊടാനാവാത്തത്ര ഉയരത്തിലാണ്. 1962 മുതൽ 65 വരെ നടന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കാലത്താണ് കത്തോലിക്ക സഭ സെയിൻറ്റ് ജോർജിനെയും മറ്റ് നിരവധി പേരെയും വേണ്ടത്ര തെളിവില്ലാത്തതിൻ്റെ പേരിൽ, ചരിത്രപരമായ തെളിവില്ലാത്തതിൻ്റെ പേരിൽ വിശുദ്ധരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. പല കാലങ്ങളിലായും പല ദേശങ്ങളിലായും രൂപം കൊണ്ട സെയിൻറ്റ് ജോർജ് എന്ന മിത്ത് പല കൈവഴികളിലൂടെയാണ് കേരളത്തിലെത്തിയത്. റോമാ സാമ്രാജ്യത്തിലെ വിശ്വാസഭാവനകളിൽ നിന്ന് ചില ചീന്തുകൾ, ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ക്രിസ്ത്യൻ പരിവേഷം നൽകി വിശുദ്ധരുടെ പ്രതിച്ഛായ നിർമ്മിച്ചെടുക്കുന്ന പതിവ് മധ്യകാലത്തുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സെയിൻറ്റ് ജോർജ്. ഗ്രീസ് മുതൽ അയർലൻഡ് വരെയും പോർച്ചുഗൽ മുതൽ യുറാൽസ് വരെയുമുള്ള നാടുകളിലെ വ്യാളിയെ വധിക്കുന്ന നിരവധി നായകരിലും ദൈവങ്ങളിൽ നിന്ന് സെയിൻറ്റ് ജോർജ് എന്നൊരു വിശുദ്ധ രൂപത്തെ സൃഷ്ടിക്കുകയായിരുന്നു എന്ന് മിർച്ച എലിയാദെ എന്ന ചരിത്രകാരൻ അവകാശപ്പെടുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ എ ഹിസ്റ്ററി ഓഫ് റിലീജിയസ് ഐഡിയാസ് വോളിയം 2 നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും ജനന അനുഭവമില്ലാത്ത പള്ളി മതക്കാർ വിശുദ്ധരെ കെട്ടിച്ചമച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു. യഥാർത്ഥമായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കാതെ ആത്മീയതയുടെ പരിവേഷം ജനങ്ങളിലേക്ക് കൊടുക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ജനങ്ങളെ ഉപയോഗിക്കുകയാണ്. ഭക്തിക്ക് വേണ്ടിയും ധനത്തിനു വേണ്ടിയും ജനത്തെ ഉപയോഗിക്കുന്ന ഒരു നേതൃ സംവിധാനം ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് മറ്റു പലതിനെയും അവരുടെ ഭക്തി പ്രസ്ഥാനങ്ങളിലേക്ക് തള്ളിക്കയറ്റുകയുണ്ടായി. ഇന്ന് ചില സഭകളിൽ ഒരാളെ വിശുദ്ധനാക്കാൻ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് നടക്കുന്നത്. എന്നാൽ വിശുദ്ധനാകാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇത്തരക്കാർ ഒന്നും പറയുന്നില്ല. ദൈവവചനപ്രകാരം ആരാണ് ഒരു വിശുദ്ധൻ, വിശുദ്ധ എന്ന് പഠിപ്പിക്കാതെ മരിച്ചുപോയവരെ വിശുദ്ധരാക്കുവാൻ വേണ്ടി നടത്തുന്ന എന്തെല്ലാം പ്രോസസ്സുകളാണ് എന്ന് നാം ചിന്തിക്കണം.
ഇതിനെല്ലാം കാരണം ജനങ്ങൾ സത്യം മനസ്സിലാക്കിയാൽ ഇന്നത്തെ പുരോഹിത വർഗത്തിനും അവർ കെട്ടിച്ചമച്ചെടുക്കുന്ന വിശുദ്ധർക്കും പണിയില്ലാതെ പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥമായ ദൈവവചന സത്യം പൊതുജനം, വിശ്വാസികൾ മനസ്സിലാക്കരുത് എന്നുള്ള ഒരു അന്ധതയാണ് പുരോഹിതവർഗത്തെയും ബാധിച്ചിരിക്കുന്നത്. അവർക്കും ബോധമില്ല. അങ്ങനെ അവരെയും അന്ധമാക്കിയ സാത്താനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം വിശ്വാസികൾ പ്രാപിക്കാതെ ഈ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. സ്വാർത്ഥതയും അഹങ്കാരവും അത്യാഗ്രഹവും നുണയും വഞ്ചനയുമെല്ലാം സാത്താൻ്റെ തത്വചിന്തയുടെ മൂലക്കല്ലുകളാണ്. അതവൻ്റെ തന്ത്രമാണ്. ചില മനുഷ്യരെ വിശുദ്ധരും പരിശുദ്ധരുമെന്ന് പ്രത്യേക പദവിയിലേക്ക് ഉയർത്തുന്ന രീതി ദൈവത്തെ പോലെയാക്കുക എന്ന സാത്താൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അത് വചനവിരുദ്ധമാണ്. ക്രിസ്തുവിനെ അനുസരിക്കുന്നവർ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. അതാണ് വചനം പഠിപ്പിക്കുന്നത്. ആരായിരുന്നാലും ഏതു രീതിയിലായിരുന്നാലും ദൈവതുല്യതയിലേക്ക് മനുഷ്യരെ ഉയർത്താനുള്ള മനോഭാവം ദൈവത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ പരസ്യമായ യുദ്ധമാണ്. ചില മനുഷ്യർക്ക് ജീവിച്ചിരിക്കുമ്പോഴും മറ്റു ചിലർക്ക് മരണശേഷവും അതുല്യമായ ദിവ്യതയുടെയും പരിശുദ്ധിയുടെയും പരിവേഷം നൽകി വണങ്ങുന്നത് തികച്ചും തെറ്റാണ് എന്ന് ജനം മനസ്സിലാക്കണം. മനുഷ്യനെ ദൈവത്തെ പോലെയാക്കി ചിത്രീകരിച്ച്, ദൈവത്തെ തുച്ഛീകരിച്ച്, ദൈവത്തിൻ്റെ മഹത്വം കുറച്ച് കാണിക്കാനായി സാത്താൻ ക്രമീകരിച്ചു വച്ചിരിക്കുന്ന അനേകം തന്ത്രങ്ങളിൽ ഏറ്റവും അപകടം നിറഞ്ഞ ആത്മീയ മേഖലയാണ് വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന എന്ന് നാം മനസ്സിലാക്കണം. വളരെ അപകടമാണ്. പുണ്യവാന്മാരുടെ ഐക്യം എന്നൊക്കെ പറഞ്ഞ് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവവചനത്തിലില്ലാത്ത കാര്യങ്ങൾ മനുഷ്യൻ്റെ ഊഹങ്ങളും തത്വങ്ങളും വഴി പാരമ്പര്യ നിർമ്മാണത്തിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്മീയതയുടെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തുമ്പോൾ എത്ര വലിയ അബദ്ധമാണ് ജനജീവിതത്തിലേക്ക് ഇവർ ഇട്ടുകൊടുക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ആത്മാർത്ഥത, ദൈവവചനം പഠിക്കുവാനുള്ള ആത്മാർത്ഥത ഓരോ വിശ്വാസിയും നേതാക്കളും ചെയ്തെടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം. വിശുദ്ധരെ ആശ്രയിക്കുന്നത് സത്യത്തിൽ രക്ഷാ നിർണയമില്ലാത്തത് കൊണ്ടാണ്. ക്രിസ്തുവിലുള്ള രക്ഷ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സുവിശേഷം എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ദൈവരാജ്യത്തെ പറ്റിയുള്ള അടിസ്ഥാന ബോധ്യങ്ങളില്ലാത്തത് കൊണ്ടാണ്. ക്രിസ്തുവില്ലാത്ത നാമമാത്ര ക്രിസ്ത്യാനികൾ വിശുദ്ധരെ നിർമ്മിച്ചെടുക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പാരമ്പര്യ സഭകളിൽ അനേകർ ഇന്ന് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നുവെങ്കിലും യഥാർത്ഥ ക്രിസ്തു അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരക്കാർക്ക് യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധവുമില്ല. മാനസാന്തരത്തിലൂടെ യേശുവിൽ നിന്ന് പാപക്ഷമ ലഭിക്കുമെന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും ജനന അനുഭവമില്ലാത്തതുകൊണ്ട് തങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന ഉറപ്പ് ഇത്തരക്കാർക്ക് ഇല്ലാതെയായി. അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് ചില മരിച്ചുപോയ മനുഷ്യരോട് യാചിച്ചു കൊണ്ടിരിക്കേണ്ട ഗതികേടുകളുണ്ടാകും. അപ്പോൾ ദൈവവചനത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്ത വലിയ കാര്യങ്ങൾ, അവകാശങ്ങൾ, അധികാരങ്ങൾ ഒരു വിശ്വാസി വചനത്തിലുള്ള വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കേണ്ടതിന് പകരം വചനത്തെ ഉപേക്ഷിച്ചിട്ട് പൊട്ടക്കിണറുകളുടെ പിന്നാലെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേട്. രക്ഷ എന്ന് പറയുന്നത് ഓരോരുത്തരും വ്യക്തിപരമായി സ്വീകരിക്കേണ്ട ഒന്നാണ്. ക്രിസ്തുവിലുള്ള രക്ഷ, അല്ലാതെ മറ്റുള്ളവർ പ്രാർത്ഥിച്ച് നേടിക്കൊടുക്കേണ്ട ഒന്നല്ല. ആത്മരക്ഷ പ്രാപിക്കാതെ മരിക്കുന്നത് കൊണ്ട് മരണശേഷം ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയവരുടെ ആത്മരക്ഷയ്ക്കായി പ്രാർത്ഥനയും കർമ്മങ്ങളും നടത്തുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല.
മരണശേഷവും രക്ഷ പ്രാപിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ രക്ഷ പ്രാപിക്കുവാനുള്ള ശ്രമം അവർ നടത്തുന്നില്ല. ഇത് വലിയ ഒരു വഞ്ചനയാണ്. മരണശേഷവും രക്ഷ ലഭിക്കാനും വിശുദ്ധനാകാനും സാധ്യതയുണ്ട് എന്ന തെറ്റിദ്ധാരണയാണ് പല തിന്മകൾക്കും അടിസ്ഥാന കാരണമായി ഇന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം, വചനത്തോടുള്ള സ്നേഹം, ദൈവവചനമായ ക്രിസ്തുവിനോടുള്ള സ്നേഹവും അടുപ്പവുമാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് വേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ അവർ അനുവദിക്കുന്നില്ല. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ വന്നാൽ അതിനെതിരെ അവർ എതിർക്കും, അവരെ ഓടിച്ചു കളയും. അത്തരം പൈശാചികമായ വ്യാപാരങ്ങളാണ് ഇത്തരം സഭകളിലുള്ള ഭക്തന്മാരിലൂടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട്. അപ്പോൾ വിശുദ്ധരോടുള്ള ഭക്തിയിലൂടെ വാസ്തവത്തിൽ വിഗ്രഹാരാധനയെയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധരോടുള്ള ഭക്തിയിലൂടെയും തിരുസ്വരൂപ വണക്കത്തിലൂടെയും ജനങ്ങൾ വിഗ്രഹാരാധികളായി തീരുകയാണ്. വിഗ്രഹാരാധനയിലൂടെ ലഭിക്കുന്ന ആരാധന ദൈവത്തിന് ലഭിക്കുന്നില്ല, ദൈവം അത് സ്വീകരിക്കുന്നില്ല. പകരം ദൈവത്തിൻ്റെ ശത്രുവായ പ്രതിയോഗിയായ സാത്താൻ അത്തരം വഴിവിട്ട ആരാധനകളെയെല്ലാം തനിക്കായി നേടിയെടുക്കുന്നു എന്നുള്ളതാണ് സത്യം. അവൻ മോഷ്ടിച്ചെടുക്കുകയാണ്. മോഷ്ടിക്കാനും നശിപ്പിക്കാനും അറക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും അത്രേ ശത്രുവായ സാത്താൻ വരുന്നത് എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രായോഗികമായ യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ ചില പാരമ്പര്യ സഭകൾ വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയെയും തിരുസ്വരൂപ വണക്കത്തെയും ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് പല പാരമ്പര്യ സഭകളിലും ദൈവത്തേക്കാൾ മഹത്വം വിശുദ്ധർക്കല്ലേ കൊടുക്കുന്നത് എന്നതിനെപ്പറ്റി നാം ചിന്തിക്കണം. എന്നാൽ റോമൻ കത്തോലിക്ക സഭയുടെ കാറ്റക്കിസം 1192 ഇതിനെപ്പറ്റി വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് നമ്മുടെ പള്ളികളിലും വീടുകളിലുമുള്ള തിരുസ്വരൂപങ്ങൾ ക്രിസ്തു രഹസ്യത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഉണർത്തുന്നതിനും പോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എന്നാണ്. ക്രിസ്തുവിൻ്റെയും ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെയും പ്രതിമകളിലൂടെ നാം ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ദൂതന്മാരുടെയും വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങളിലൂടെ നാം ആരാധിക്കുന്നത് അവയിലൂടെ പ്രതിനിധീകരിക്കപ്പെടുന്ന വ്യക്തികളെയാണ് എന്നും അവ പള്ളികളിലും വീടുകളിലും തെരുവുകളിലുമൊക്കെ പ്രദർശിപ്പിക്കണമെന്നുമൊക്കെയാണ് റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്ത ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ്. അതാണല്ലോ എല്ലാ വിഗ്രഹാരാധനാ സമ്പ്രദായങ്ങളുടെയും ന്യായീകരണം. എല്ലാ വിഗ്രഹാരാധനക്കാരും പറയുന്നത് അവരുടെ വിഗ്രഹങ്ങളിലൂടെ അവർ യഥാർത്ഥ സത്യ ദൈവത്തെ ആരാധിക്കുന്നു എന്നാണല്ലോ. കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നവരും ഒരു ദൈവമേ ആത്യന്തികമായി ഉള്ളൂ എന്നും അവരുടെ ഇഷ്ടദേവതകളെ ആരാധിക്കുമ്പോൾ സത്യദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത് എന്നുമാണ് അവരുടെ ബോധ്യം. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമല്ല കത്തോലിക്ക സഭയുടെ ഈ പ്രബോധനവും. പക്ഷേ ഇത് ദൈവവചനത്തിൻ്റെ, ബൈബിളിൻ്റെ, ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് വിരുദ്ധമാണ്. ബൈബിളിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന ദൈവശാസ്ത്രത്തിന് വിരുദ്ധമാണ് കത്തോലിക്ക സഭയുടെ ഈ ദൈവശാസ്ത്രം എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ ദൈവം പറയുന്നതിന് വിരുദ്ധമായി മനുഷ്യൻ പഠിപ്പിച്ചാൽ അത് ദൈവവിരുദ്ധമായി തീരുമെന്നുള്ള ഒരു ആത്മീകമായ ബോധ്യം കേൾവിക്കാരിൽ, പഠിതാക്കളിൽ ഉണ്ടാകേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്.
അപ്പോൾ സത്യത്തിൽ നിന്നും വഴിതെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമാക്കി, അടിസ്ഥാനമാക്കി, വഴിയാക്കി നാം മുന്നേറുന്നില്ല എങ്കിൽ പല പ്രമാണങ്ങളുടെയും തെറ്റായ പ്രമാണങ്ങളുടെയും തെറ്റായ ആലോചനകളുടെയും പിന്നാലെ നാം പോയി വഴിതെറ്റി നശിക്കും എന്നുള്ളതിൽ സംശയമില്ല. നാശത്തിലേക്ക് നയിക്കുന്ന വഴി വിശാലമാണ് എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പോൾ ചില പാരമ്പര്യ സഭകൾ രണ്ടാം കൽപ്പന ഒളിച്ചു വച്ച് തിരുസ്വരൂപ വണക്കത്തിലൂടെ വിഗ്രഹാരാധന നടത്തുന്നു എന്നുള്ളതാണ് സത്യം. റോമാ മതത്തിലെ അധികാരികൾ വിഗ്രഹാരാധനയെ വിലക്കുന്നതായ രണ്ടാം കൽപ്പനയെ ഒന്നാം കൽപ്പനയുടെ ഭാഗമാക്കി അതിൻ്റെ തനി അർത്ഥം മറച്ചു വയ്ക്കുന്നത് കൊണ്ട് വിഗ്രഹാരാധന എന്താണ് എന്നുള്ള വസ്തുതയും അതിനെതിരായ ദൈവകൽപ്പനയും ജനങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു. അങ്ങനെ തന്ത്രപരമായി ജനങ്ങൾക്ക് വിഗ്രഹങ്ങൾ നൽകുകയും അവയെ ആരാധിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. 10-ാം കൽപ്പനയെ രണ്ടായി വിഭജിക്കുകയും അതിനെ 9-ഉം 10-ഉമാക്കി തീർക്കുകയും ചെയ്തു. അങ്ങനെ ദൈവകൽപ്പനകളുടെ എണ്ണം മൊത്തം 10ആയിട്ട് തന്നെ ഈ സഭാപ്രസ്ഥാനത്തിൽ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ചില പാരമ്പര്യ സഭകൾ പ്രതിമകൾ നിർമ്മിക്കുകയും അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 1-ാം കൽപ്പന ലംഘിച്ച് പുഷ്പാർച്ചന നടത്താനും മെഴുകുതിരി കത്തിക്കാനും പ്രദക്ഷിണം നടത്താനും വിശുദ്ധരുടെ പ്രതിമകൾ ചുമക്കാനും അവയെ വണങ്ങാനും അവരോട് പ്രാർത്ഥിക്കാനും അവർക്ക് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന നേർച്ചപ്പെട്ടിയിലേക്ക് ഉദാരമായി നേർച്ചയിടാനും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പല സഭകളും വിശുദ്ധരുടെ രൂപങ്ങളും പടങ്ങളും നിർമ്മിക്കുകയും അവയെ പള്ളികളിലും പൊതുസ്ഥലങ്ങളിലും പ്രതിഷ്ഠിക്കുകയും അവയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും നേർച്ച അർപ്പിക്കാനും ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതൊരു ഭക്താഭ്യാസമായി, അവരുടെ ധാർമ്മികതയുടെ ഒരു പ്രകടനമായി, ഭക്തിയുടെ ഒരു പ്രകടനമായി അവർ അത് ആത്മാർത്ഥമായി ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം. എന്നാൽ ഇത്തരം ഭക്താഭ്യാസങ്ങൾ വിഗ്രഹാരാധനയാണെന്നും അങ്ങനെ ചെയ്യുന്നവർക്കെതിരായി ദൈവകോപമുണ്ടാകുമെന്നും ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കേൾവിക്കാർ മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, 34-ാം അധ്യായം, നിയമാവർത്തനം 5-ാം അധ്യായം, 1 യോഹന്നാൻ 5-ാം അധ്യായം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം, ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കൂ. സത്യം ഗ്രഹിക്കുമ്പോൾ അസത്യത്തിൻ്റെ അന്ധകാരങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ നിന്നും വിട്ടുപോകും എന്നുള്ളതാണ് സത്യം. ഇന്ന് ചില സഭകൾ മരിച്ചുപോയ വിശുദ്ധരോട് പ്രാർത്ഥിക്കണമെന്നും അവരുടെ ആസ്ഥാനങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തണമെന്നും അവർക്ക് നേർച്ച കാഴ്ചകൾ അർപ്പിക്കണമെന്നും വിശ്വാസികളെ ഉപദേശിക്കുന്നുണ്ട്. അവരുടെ മധ്യസ്ഥത വിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് പഠിപ്പിക്കുന്നു. മറിയത്തോടും വിശുദ്ധരോടും പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരെ സ്തുതിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്യുന്നത് ഇന്ന് സർവ്വസാധാരണമായി തീർന്നിരിക്കുന്നു. ദൈവം മാത്രം അർഹിക്കുന്ന സ്തുതികൾ മറിയത്തിന് കൊടുക്കുന്നത് പ്രത്യേകിച്ചും ലിഗോറിയുടെ മറിയത്തിനുള്ള കീർത്തനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഇതെല്ലാം ദൈവവചന വിരുദ്ധമായ പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയ ഉപദേശമാണ്. കൈക്കൂലിയും ശുപാർശയും വഴിയായി സ്വാധീനിക്കാവുന്ന ഭരണാധികാരികളെ പോലെയുള്ള ഒരാളാണ് ദൈവമെന്ന തെറ്റിദ്ധാരണയാണ് ഇത്തരം ഉപദേശങ്ങൾക്കെല്ലാം അടിസ്ഥാനം. സത്യദൈവത്തെ തിരിച്ചറിയുന്നതിന് ഇവർക്ക് കഴിയുന്നില്ല. ദൈവം എത്രയോ വലിയവനാണ് എന്ന്, ദൈവത്തിൻ്റെ വലുപ്പം തിരിച്ചറിയുവാൻ ഇവർക്ക് കഴിയുന്നില്ല. മരിച്ച ചില വ്യക്തികളുടെ ശരീരഭാഗങ്ങളോടും പ്രതിമകളോടുമൊക്കെയുള്ള ഭക്തി ഇവർ വളർത്തുകയാണ് ചെയ്യുന്നത്. അതിനവർ പറയുന്ന തിരുശേഷിപ്പ്, തിരുസ്വരൂപം എന്നൊക്കെയാണ്. പ്രതിമ എന്നല്ല പറയുന്നത്, തിരുസ്വരൂപം. അപ്പോൾ അതിനെയൊക്കെ ഒന്നുകൂടെ ഒന്ന്
ഭക്തിവൽക്കരിച്ച് ക്രൈസ്തവവൽക്കരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ വിശുദ്ധരുടെ ഭൗതിക ശരീരത്തോടും ശരീരഭാഗങ്ങളോടുമുള്ള ഭക്തിയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെയുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് വളരെ ഹീനവും ലജ്ജാകരവുമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്ന് നാം തിരിച്ചറിയണം. യേശുവിൻ്റെയും മറിയത്തിൻ്റെയും തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. മരിച്ചുപോയ സഭാപ്രമുഖരുടെ ശരീരഭാഗങ്ങളോട് ഭക്തി കാണിക്കുവാൻ അധികാരികൾ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ പലരുടെയും അസ്ഥികളും തലമുടിയും തുണികളുമെല്ലാം ജനങ്ങൾ വണങ്ങി ആരാധിക്കുന്നു. ഇവയ്ക്കെല്ലാം ജനങ്ങളെ എല്ലാവിധ ആത്മീയവും ശാരീരികവുമായ തിന്മകളിൽ നിന്ന് രക്ഷിക്കാൻ പ്രത്യേക ശക്തിയുണ്ട് എന്ന മിഥ്യാധാരണ ജനങ്ങളുടെ ഇടയിൽ പരത്തുന്നു. അപ്പോൾ എത്ര തന്ത്രപരമായിട്ടാണ് ദൈവത്തെ, ക്രിസ്തുവിനെ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ നിന്നും, ജനങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നിന്നും അകറ്റിക്കളയുന്നത് എന്ന് കണ്ടോ? ദൈവമല്ലാത്ത, ക്രിസ്തുവല്ലാത്ത, പരിശുദ്ധാത്മാവല്ലാത്ത പലതിനെയും അവരുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവവും ജനവും തമ്മിലുള്ള ആ ബന്ധത്തെ തകർക്കുന്നതിന് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് മധ്യസ്ഥരെ. ഇതാണ് പരാജയം. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർത്ത് കളയുന്ന ഒരു സംവിധാനമാണ് ഇത് എന്ന് ദൈവജനം മനസ്സിലാക്കണം. വഞ്ചനയിൽ നിന്നും രക്ഷപ്പെടണം, ചതിക്കുഴികളിൽ നിന്നും കരകയറണം. സത്യവചനം വായിച്ച് ദൈവിക സത്യത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സത്യം നിങ്ങളിൽ ഫലം കായ്ക്കും. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം തിരുശേഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഏത് വ്യക്തിയുടേതാണെന്ന് പോലും സംശയാതീതമായി നിർണ്ണയിക്കാൻ അവർക്ക് കഴിയില്ല. പലപ്പോഴും ഇത്തരം പ്രവണതകൾ വളരെ അപഹാസ്യമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഉദാഹരണമായി, ലോകത്തിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ സ്നാപക യോഹന്നാൻ്റേത് ആണ് എന്ന് അവകാശപ്പെടുന്ന ഒന്നിലധികം തലകൾ തിരുശേഷിപ്പായി വണങ്ങപ്പെടുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്നാപക യോഹന്നാൻ എത്ര തലകളുണ്ടായിരുന്നു? അപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി വായനക്കാർ ഒരു സത്യാന്വേഷണം നടത്തുന്നത് രസകരമായ പല കാര്യങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവരുവാൻ കഴിയും. അപ്പോൾ സത്യത്തിൽ വൈരുദ്ധ്യങ്ങളില്ല, പക്ഷേ ഇത്തരം ഭക്താഭ്യാസങ്ങളിലെല്ലാം അനേകം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. സത്യമല്ലാത്തതും ചരിത്രപരമായ വൈരുദ്ധ്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം ഭക്താഭ്യാസങ്ങൾ ഭക്തിയുടെ അന്ധതയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അതിൽ നിന്നെല്ലാം പുറത്തു ചാടുവാൻ, ആ ബന്ധനങ്ങളെയെല്ലാം അഴിച്ചു കളഞ്ഞ് ക്രിസ്തുവിലുള്ള പ്രകാശത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, രക്ഷയിലേക്ക് കടന്ന് ക്രിസ്തുവിലുള്ള രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഏതെങ്കിലും വിശുദ്ധൻ്റെ ശരീരഭാഗങ്ങളോ വസ്ത്രങ്ങളോ പൊതുവണക്കത്തിന് വയ്ക്കുകയോ അവയോട് പ്രാർത്ഥിക്കുകയോ ചെയ്തതായി യാതൊരു തെളിവും ബൈബിളിലില്ല. എന്നാൽ യേശുവിൻ്റെയും വിശുദ്ധരുടെയും ഒക്കെ ഏതെല്ലാം തരത്തിലുള്ള വിഗ്രഹങ്ങളും ഫോട്ടോകളുമാണ് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയോ ഹീനവും ലജ്ജാകരവുമായ കാര്യങ്ങളെയാണ് ഇപ്രകാരം പരിഷ്കൃതമായ ഒരു പദവിയിലേക്ക് നാം എത്തിച്ചിരിക്കുന്നത്. ഇത്തരം അന്ധവിശ്വാസങ്ങളെ ഉപേക്ഷിച്ച് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളുമുള്ള യേശുവിനെ മാത്രം ആശ്രയിക്കുവാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അധികാരികൾ നിങ്ങളെ ശീലിപ്പിക്കാത്തത്? ഇത്തരം ബാഹ്യമായ ആചാര നടപടികൾക്കൊന്നും മനുഷ്യൻ്റെ ആത്മദാഹത്തെ ശമിപ്പിക്കുവാൻ കഴിയില്ല എന്ന സത്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. ഇതിനെല്ലാം ന്യായീകരണം നിർവചന തന്ത്രത്തിലൂടെയാണ് അവർ നൽകുന്നത്. ദൈവത്തിന് മാത്രം കൊടുക്കുന്ന ഏറ്റവും ഉന്നതമായ ആരാധനയെ ലാട്രിയ എന്നും, ദൈവദൂതന്മാർക്കും വിശുദ്ധർക്കും കൊടുക്കുന്ന വണക്കത്തെ ഡൂളിയ എന്നും, മറിയത്തിന് കൊടുക്കുന്ന അല്പം കൂടെ കൂടിയ തരത്തിലുള്ള വണക്കത്തെ ഹൈപ്പർ ഡൂളിയ എന്നുമൊക്കെ നിർവചിച്ച്
വ്യത്യസ്തമാക്കി സാധൂകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇത്തരം വിശദീകരണം വെറും തന്ത്രപരമായ ഒരു ന്യായീകരണം മാത്രമാണ്. ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിർവചനങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അധികാരികൾ നിർണയിച്ചു വച്ചിരിക്കുന്ന പ്രത്യേക അളവ് ഭക്തിയും ബഹുമാനവും വിശുദ്ധർക്കും മറിയത്തിനും ഒക്കെ പ്രത്യേകം കൊടുക്കണമെന്ന് പറയുന്നത് അനാവശ്യവും അപ്രായോഗികവുമാണ്. ഉദാഹരണമായി വിശന്ന് വലഞ്ഞു വരുന്ന വായിക്കാൻ അറിയില്ലാത്ത ആളുകൾക്ക് അടുത്ത് ഭക്ഷണ രൂപത്തിൽ വിഷവും മറ്റും വച്ചാൽ അവർ വിഷം എടുത്ത് കഴിക്കും. എല്ലാം കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് ദുരുദ്ദേശത്തോടു കൂടിയ തെറ്റായ ഒരു ന്യായീകരണം മാത്രമാണ്. വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ചതിയാണ് ഉള്ളത്, ചതിക്കുഴികൾ. പാപിയെ സ്വീകരിക്കുന്ന ദൈവത്തിനും അനുതപിക്കുന്ന പാപിക്കും ഇടയിൽ ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല എന്ന് മുടിയനായ പുത്രൻ്റെ ഉപമയിൽ നിന്നും യേശു വ്യക്തമാക്കുന്നുണ്ട്. മുടിയനായ പുത്രൻ തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നപ്പോൾ മധ്യസ്ഥരുടെ സഹായം തേടിയില്ല, അവധി വച്ചില്ല. പിതാവിൻ്റെ സന്നിധിയിലേക്ക് നേരിട്ട് വന്നതുകൊണ്ട് പിതാവ് അവനെ മാനിച്ചു. തന്നെ ഒരു ജോലിക്കാരനായി മാത്രം സ്വീകരിക്കാൻ അപേക്ഷിച്ചെങ്കിലും ആ പിതാവ് അവനെ പുത്രനായി സ്വീകരിച്ചു. ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിയിക്കാൻ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. കൊഴുപ്പിച്ച കാളയെ കൊന്ന് അവരുടെ സന്തോഷം പൂർത്തിയാക്കി. മഹാപുരോഹിതനായ അഹ്റോൻ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി വിഗ്രഹത്തെ നിർമ്മിച്ച് ജനങ്ങളെ വിഗ്രഹാരാധകരാക്കിയതുപോലെ ഇന്നത്തെ മഹാപുരോഹിതർ അറിഞ്ഞോ അറിയാതെയോ വിശുദ്ധരുടെ രൂപത്തിൽ പുതിയ പുതിയ വിഗ്രഹങ്ങളെ ജനങ്ങൾക്ക് നൽകി അവരെ വിഗ്രഹാരാധനയ്ക്ക് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിനെ ഏതൊരു ആദരവോടെയാണോ ആരാധിക്കുന്നത്, അതേ ആദരവോടെ യേശുവിൻ്റെ രൂപങ്ങളെയും കുരിശുരൂപങ്ങളെയും വണങ്ങുന്നു, ആരാധിക്കുന്നു. അതൊക്കെ ദൈവവചന വിരുദ്ധമാണ്. മരിച്ച വിശുദ്ധരുടെ രൂപങ്ങളെ അവർ യഥാർത്ഥ വ്യക്തികളെന്നതുപോലെ വണങ്ങുന്നു. അതുതന്നെയാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. അങ്ങനെ സൃഷ്ടാവിന് കൊടുക്കേണ്ട ആരാധന മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ച സൃഷ്ടികൾക്ക് അവർ കൊടുക്കുന്നു. ഇത് വളരെ ഹീനമായ വിഗ്രഹാരാധനയാണ് എന്ന് തിരിച്ചറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിത്യരക്ഷ പോലും നഷ്ടമാകുവാൻ നിങ്ങളുടെ ഈ നെഗ്ലിജൻസിന് കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവവചന സത്യത്തെ നാം ഉപേക്ഷയായി വിചാരിക്കരുത്. വിഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് പെരുന്നാളുകളും പ്രധാന ആഘോഷങ്ങളും എല്ലാം നടക്കുന്നത്. സ്വരൂപങ്ങളെ അലങ്കരിക്കുകയും അവയ്ക്ക് മുമ്പിൽ നേർച്ചപ്പെട്ടി വയ്ക്കുകയും ചെയ്യുന്നു. ആരാധനയും പ്രാർത്ഥനയും അവയ്ക്ക് മുന്നിൽ നിന്നാണ്. മനസ്സിനെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ അത് ഉപകരിക്കും എന്നാണ് അവരുടെ ചിന്ത. ഇത്തരം ചിന്ത സത്യദൈവത്തിലേക്ക് തിരിയാത്ത, രക്ഷിക്കപ്പെടാത്ത മനുഷ്യഹൃദയത്തിൻ്റെ ആത്മദാഹത്തിൻ്റെ പ്രകടനമാണ്. രക്ഷ അനുഭവിക്കാത്ത, രക്ഷയുടെ സന്തോഷം എന്താണെന്നറിയാത്തവരാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. സത്യദൈവത്തെ യഥാർത്ഥമായി കണ്ടുമുട്ടിയ മനുഷ്യന് വിഗ്രഹങ്ങളുടെ ആവശ്യമില്ല. ഇടവകകളിൽ തിരുനാളുകളുടെ കാലമെടുത്തിരിക്കുമ്പോൾ അനേക ലക്ഷം രൂപ ചെലവാക്കി മനുഷ്യനാൽ സാധ്യമായ എല്ലാവിധ ആഘോഷ ആഡംബരങ്ങളോടെ വിശുദ്ധരുടെ തിരുനാളുകൾ മത്സരിച്ചു കൊണ്ടാടുന്നുണ്ട്. കൊടുക്കുന്ന പണത്തിനനുസരിച്ച് പ്രാധാന്യമുള്ള ആളുകൾ, മെത്രാന്മാരൊക്കെ വന്ന് പൊന്തിഫിക്കൽ കുർബാനയും ചൊല്ലിത്തരും. മെത്രാനുള്ള സ്വീകരണം തന്നെ യേശുവിൻ്റെ തിരുനാളിനേക്കാളൊക്കെ ക്ഷേമമാണ്. വിശുദ്ധരുടെ മഹത്വത്തിനായി ചെലവിടുന്നതിൻ്റെ 1% യേശുവിൻ്റേതായി അവശേഷിക്കുന്ന തിരുനാളുകൾക്ക് ചെലവിടാറില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. യേശുവിൻ്റെ ഓർമ്മയ്ക്കായി ആചരിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ട വിശുദ്ധ കുർബാന പോലും ഇക്കാലത്ത് വിശുദ്ധരുടെ മഹത്വീകരണത്തിനാണ് ആചരിക്കുന്നത്.
വിശുദ്ധരാക്കപ്പെടുവാനുള്ളവരുടെ ചരമദിനങ്ങളിൽ അവരുടെ ശവകുടീരങ്ങളിൽ നാനാവിധ കുർബാനകളുടെ മത്സരവേള തന്നെ നടത്തപ്പെടുന്നു. അതുവഴി മഹത്വീകരിക്കപ്പെടുന്നത് യേശുവോ ശവകുടീരത്തിൻ്റെ ഉടമസ്ഥനോ ആരാണ്? വിശുദ്ധ കുർബാനയുടെ വാഴ്വ് പോലെ തന്നെ വിശുദ്ധരുടെ തിരുശേഷിപ്പ് എഴുന്നള്ളിച്ച് ലതീഞ്ഞു നടത്തുന്നു. ആ തിരുശേഷിപ്പുകൾ എന്താണ്? എല്ലിൻ്റെ തരി, ഉടുതുണിയുടെ കഷണം, ഒരു രോമം, അല്ലെങ്കിൽ ശവക്കുഴിയിൽ അവശേഷിച്ച എന്തെങ്കിലും. ഇതൊക്കെയാണോ നമ്മുടെ ഭക്തി? ഇതൊക്കെയാണോ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? സത്യസുവിശേഷം അത് കേൾക്കാത്തവരോട് പ്രസംഗിക്കുക എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞ കൽപ്പന. ആ സുവിശേഷം പ്രസംഗിക്കുന്നവരെ തുച്ഛീകരിക്കുന്ന വലിയ തെറ്റുകളാണ് ഇത്തരക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഈ സാഹചര്യത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ആഘോഷമായ തിരുനാൾ കുർബാന മറ്റൊരു ഗാനമേളയായി ചിലയിടത്തെങ്കിലും താഴ്ന്നു പോകുന്നു. വിശുദ്ധരുടെ രൂപങ്ങളും വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണങ്ങളുടെ ആത്മീയതയെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. വിശുദ്ധനെക്കുറിച്ചോ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കുന്നവർ തന്നെ ഇന്ന് വിരളമാണ്. പ്രദക്ഷിണത്തിൻ്റെ കൂടെ നീങ്ങുന്നവർ തന്നെ നിവർത്തിയുണ്ടെങ്കിൽ ചെണ്ടമേളക്കാരുടെയും ബാൻഡ് സെറ്റുകാരുടെയും ചുറ്റും ഇടിച്ചു നിൽക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. വിശുദ്ധൻ്റെ ബഹുമാനാർത്ഥം ബാൻഡ് സെറ്റുകാർ ആലപിക്കുന്നതാകട്ടെ അവർക്കിഷ്ടമുള്ള പാട്ടുകളാണ്, അല്ലാതെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ആരാധനാ ഗാനങ്ങളൊന്നുമല്ല ബാൻഡ് സെറ്റുകാരും ചെണ്ടമേളക്കാരും ഒക്കെ പാടുന്നത്. പള്ളിയുടെ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള കോളാമ്പിയിൽ കൂടി പോലും ഇത്തരം പാട്ടുകൾ തിരുനാൾ ദിവനങ്ങളിൽ കേട്ടിട്ടുണ്ട്. അതൊക്കെയാണ് കഷ്ടം. തിരുനാളുകളോടനുബന്ധിച്ച് ഇന്ന് നടത്തുന്ന കലാപരിപാടികളും ആ ചൈതന്യത്തിന് ചേരുന്നതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗാനമേളകളാണ് പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുന്നത്. ഗാനത്തിൻ്റെ ലഹരി ഏറ്റുവാങ്ങാൻ പറ്റിയ ലഹരി മുമ്പേ തന്നെ ഉള്ളിലാക്കിയിട്ടാണ് പലപ്പോഴും ഈ ആട്ടക്കാർ എത്തിച്ചേരുന്നത് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. ദൈവവചനം വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോയതിൻ്റെ അധഃപതനമാണ്, ആത്മീയ അധഃപതനമാണ് ഇവിടെയെല്ലാം നാം കാണുന്നത്. അപ്പോൾ റോമാലേഖനം 1-ാം അധ്യായത്തിൽ നാം ചില ഭാഗങ്ങളൊന്ന് വായിക്കാം. വിഗ്രഹവണക്കക്കാർ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവർ മൂഢരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ തേജസ്സിനെ നശ്വരനായ മനുഷ്യൻ്റെയോ മൃഗങ്ങളുടെയോ സാദൃശ്യമാക്കി കളഞ്ഞു എന്നാണ്. അതാണ് പുണ്യവാളന്മാരുടെയും തിരുസ്വരൂപങ്ങൾ ഒക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അതുകൊണ്ട് ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിലേൽപ്പിച്ചു. അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ നികൃഷ്ടമായി പോവുകയാണ്, അന്ധകാരമയമാവുകയാണ്. അപ്പോൾ അവർ ചെയ്യുന്നതെല്ലാം ദൈവവചന വിരുദ്ധമായിട്ട് പോവുകയാണ്. എങ്കിലും അവർക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ മരണയോഗ്യമായ പ്രവൃത്തികൾ ചെയ്യുക മാത്രമല്ല, അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തെറ്റ് ചെയ്യുന്നവരോടാണ് അവർക്കിഷ്ടം. സുവിശേഷം പ്രസംഗിക്കുന്നവരെ അവർ ഹേറ്റ് ചെയ്യുന്നു, ദ്വേഷിക്കുന്നു, ഓടിക്കുന്നു. പക്ഷെ കള്ളു കുടിക്കുന്നവരെ അവർ ചേർത്ത് നിർത്തും. ബൈബിൾ വിരുദ്ധമായ പ്രാർത്ഥനയും പാരമ്പര്യങ്ങളും വിഗ്രഹാരാധനയായി അധപ്പതിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പേരിൽ അനവധി ദൈവവചന വിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഇന്ന് നിലവിലിരിക്കുന്നു എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. ഇത്തരം അനാചാരങ്ങൾ ഇന്ന് പലരെയും വിഗ്രഹാരാധന എന്ന മാരകമായ പാപത്തിന് അടിമകളാക്കി തീർത്തിരിക്കുന്നു. അതിനാൽ ഇത്തരം യാഥാർത്ഥ്യങ്ങളുടെ വിവിധ വശങ്ങളെപ്പറ്റി ക്രിസ്തീയ വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവർ ഗൗരവപൂർവം വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. വളരെ ഗൗരവമായിട്ടിത് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിശകലനം ചെയ്യുക.
നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങളുടെ ചിന്താശേഷിയെ നിങ്ങൾ ഉപയോഗിക്കുക. വിശകലനം ചെയ്യുക. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ശ്രമിക്കുക.